ഹലോ കിടികളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദിയോഗിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ കോയമ്പത്തൂരുള്ള ഈഷ ഫൗണ്ടേഷനിലേക്ക് എത്ര പേര് പോയിട്ടുണ്ട്? 112 അടി നീളവും 147 അടി വീതിയുള്ള ഈ ആദിയോഗി ശിവനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വാ പൊളിച്ചു പോകട്ടാ. കോയമ്പത്തൂരിലെ ഈ പ്രതിമയുടെ ചുറ്റും മലനിരകൾ നിൽക്കുന്നത് കാണാൻ എത്ര ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വെള്ളയാങ്കിരി മലനിരകൾ എന്നാണ് ഈ മലകളെ അറിയപ്പെടുന്നത്. ഇത് മാത്രമല്ല കേട്ടാ, ഈ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡും ഉണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ്. ഇവിടെ കൂടുതലായും വിദേശികൾ നമുക്ക് കാണാവുന്നതാണ്. പല വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ യോഗയ്ക്കും ധ്യാനത്തിനും വഴികാട്ടിയായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇത് സന്ദർശകരല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ അംഗത്വം നിറഞ്ഞിട്ടുള്ള ആളുകളും കൂടുതൽ വിദേശികളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഈ ശിവന്റെ പ്രതിമയ്ക്ക് ഒരു മാല പോലെ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ വടം കെട്ടിയത് പോലെയാണ് നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു രുദ്രാക്ഷം ചുറ്റിപ്പടഞ്ഞ് ഉണ്ടാക്കി കൊടുത്ത ഒരു മാല തന്നെയാണ്. നമ്മൾ ഈഷ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോഴേ ഈ പ്രതിമ മാത്രം കണ്ട് ആശ്ചര്യപ്പെട്ട് കണ്ട് മടങ്ങാതെ ഇതിന്റെ പുറകുവശത്ത് ഒരു ആശ്രമം കൂടി ഉണ്ട്. അവിടെ നമുക്ക് മൊബൈൽ ഫോണോ ബാഗോ എന്നിവ കൊണ്ടുപോകാൻ സാധിക്കില്ല കേട്ടാ. ഈ ആശ്രമത്തിലേക്ക് പോകാൻ പഴയകാല സ്മരണയുടെ ഭാഗമായിട്ട് കാളവണ്ടിയൊക്കെ ഉണ്ട് കേട്ടാ. ഇതിൽ കയറി നമുക്ക് പോകാൻ സാധിക്കും. ഒരാൾക്ക് 10 രൂപ എന്ന നിരക്കിലാണ് റേറ്റ് വരുന്നത്. പോരാത്തതിന് ഇലക്ട്രിക് വണ്ടിയും ഉണ്ട്. നടക്കണമെങ്കിൽ ആസ്വദിച്ച് നടന്നാൽ എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ആശ്രമത്തിലേക്ക്. ആശ്രമത്തിലേക്ക് കയറാനായിട്ട് മൊബൈൽ എന്ത് ചെയ്യുന്നുള്ള ഒരു പേടി വേണ്ടട്ടാ. അവിടെ തന്നെ ഒരു ഫ്രീ കൗണ്ടർ ഉണ്ട്. സുരക്ഷിതമായിട്ട് നമുക്ക് അത് അവിടെ ഏൽപ്പിച്ചിട്ട് പോകാട്ടാ. ആശ്രമത്തിൽ കയറിയാൽ ഒരു പീസ് മൈൻഡ് ആണ്. അത് ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഇത്രയും അനുഭൂതി, ഒരു സ്പിരിച്വൽ വേൾഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇമ്പാക്ട് തോന്നുന്ന ഇടാണ് കേട്ടാ. കാണാനും യോഗ ചെയ്യാനും പീസ് മൈൻഡ് ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരു മനുഷ്യനിർമ്മിത ആശ്രമം. അതൊരു വേറൊരു ലോകം തന്നെയാണ്. രാത്രിയിലാവുമ്പോൾ ഒരു 7 മണി to 7:30 നമ്മുടെ ശിവപ്രതിമയുടെ മുകളിൽ ഒരു 3D ലേസർ ഷോ കാണാം. ആദിയോഗിയുടെ കഥയും ശാസ്ത്രം, യോഗശാസ്ത്രം ഒക്കെ ഇല്ലേ, അത് മനുഷ്യർക്ക് എങ്ങനെ നൽകപ്പെട്ടെന്നത് വിവരിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ മഴ പെയ്ത കാരണം എനിക്ക് അത് കാണാൻ സാധിച്ചില്ല കേട്ടാ.